ലളിത ചേച്ചി, ഞാൻ ലളിത ചേച്ചിയുടെ ജീവിത ഏടുകളൊക്കെ പരിശോധിച്ച് നോക്കി. പല സുഹൃത്തുക്കളോടും ചോദിച്ചു, ലളിത ചേച്ചിയുടെ കൂടെ വളർന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചു, പിന്നെ ലളിത ചേച്ചിയെ കുറിച്ച് എഴുതിയത് വായിച്ചു, ലളിത ചേച്ചി എഴുതിയത് വായിച്ചു. സത്യം പറഞ്ഞാൽ ആരുടെ കണ്ണ് നനയ്ക്കുന്ന ഒരേടാണ്. എനിക്ക് തന്നെ വളരെ മനസ്സിന് ഭയങ്കര ഒരു ഈർപ്പം വന്നു. എന്നാ കാരണം വെച്ചാൽ എന്തൊരു കഷ്ടപ്പാടും യാതനയായിരുന്നു ചേച്ചിക്ക്, അല്ലേ? നിരന്തരം ഒരുപാട് അടി, വഴക്ക്, അനാഥത്വം. അമ്മയുണ്ടെങ്കിൽ തന്നെ ഒരു അനാഥത്വം. എൻ്റെ അച്ഛൻ ഒന്നും മിണ്ടത്തില്ലായിരുന്നു, അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. അച്ഛനും അമ്മ എന്ത് പറഞ്ഞാലും ശരി തന്നെ അച്ഛനെല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലാതെ തീരെ നിവൃത്തിയിൽ ഇറങ്ങി അങ്ങ് പോകും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ കഴിയുമ്പോൾ എവിടെയെങ്കിലും വന്ന് നിൽക്കും റോഡിൻ്റെ സൈഡിൽ. എന്നിട്ട് എന്നെ വിളിപ്പിക്കും. എന്നെ വിളിച്ച് അടുത്ത ഏതെങ്കിലും ഒരു കുട്ടിയോട് പറഞ്ഞ് എന്നെ വിളിക്കാൻ പറയും. എന്നിട്ട് ഞാൻ ചെന്നിട്ടായിരിക്കും അച്ഛൻ്റെ അടുക്കൽ റോഡിൽ നിന്നിട്ടായിരിക്കും സംസാരിച്ച് കഴിഞ്ഞാൽ അച്ഛനാ സ്റ്റുഡിയോയിൽ തന്നെ ആയിരിക്കും കിടക്കുന്നതും ഒക്കെ. ഇങ്ങോട്ട് വരികയും ഉണ്ടോന്നില്ല. പക്ഷേ ചിലവിനുള്ള കാശ് അന്നുള്ള കാശ് അന്നന്ന് തരുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ എൻ്റെ തന്നയക്കും. കൊണ്ടുതന്ന അമ്മ എടുത്തെറിഞ്ഞിട്ടൊക്കെ ഉണ്ട്, പൈസ എടുത്തെറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്തൊരു തിക്താനുഭവങ്ങളായിരുന്നു ബാല്യത്തിലല്ലേ? അതെന്താ അറിയാം, എൻ്റെ അമ്മ ഭയങ്കര നല്ല ആഠ്യത്വമുള്ള വലിയൊരു കുടുംബത്തിലായിരുന്നു. അതൊക്കെ പറഞ്ഞ വലിയ കഥകളാണ്. അച്ഛൻ പിന്നെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ കണ്ടിട്ട് ഇവിടെ അച്ഛൻ്റെ അച്ഛൻ 2ാമത്തെ കല്യാണം കഴിച്ച ഒരു വീടുണ്ടായിരുന്നു. അവർ വലിയ എൻ്റെ അപ്പൂപ്പനൊരു ഹെഡ് മാസ്റ്ററായിരുന്നു. അന്ന് ഹെഡ് മാസ്റ്ററൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടറുടെ വലിപ്പമുള്ള കുതിരവണ്ടിയിലാണ് പോയിക്കൊണ്ടിരുന്നതൊക്കെ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മ 3 മക്കൾ, ആ 3ാമത്തെ കുട്ടിയെ പ്രസവിച്ച് അന്ന് ഈ പനി വന്നിട്ട് അമ്മമ്മ മരിച്ചുപോയി. അന്ന് അമ്മയ്ക്ക് 32 വയസ്സേ ഉള്ളൂ. അതിനുശേഷം അപ്പൂപ്പൻ 2ാമത്തെ കല്യാണം കഴിച്ച് പിന്നെ അങ്ങോട്ടങ്ങ് ചാഞ്ഞു. അപ്പോൾ ഈ 3 പിള്ളേർ അനാഥരായിട്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പൂപ്പൻ്റെ പെങ്ങന്മാരാണ് ഇവരെ വളർത്തിയതും നോക്കിയതൊക്കെ. അപ്പോൾ അത്ര ഒരു നല്ല ചിട്ടയായിട്ട് വളർന്ന ആൾക്കാരായിരുന്നില്ല. തോന്നിയിടം വന്നിടം ഇവർ വന്ന് വീട് കൊണ്ട് കാണിച്ചത് മറ്റേ വീടാണ് കൊണ്ട് കാണിച്ചത്. അപ്പോൾ ഇവരെ ചതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മയുടെ വീട്ടുകാർക്ക് അച്ഛൻ്റെ വീട്ടുകാരെയും അച്ഛനെയും ഒന്നും ഇഷ്ടമില്ലാതിരുന്നത്. എൻ്റെ അമ്മ ശരിക്കും പറഞ്ഞ ഇടയാളമ്പ്രക്കാരിയാണ്. ആറന്മുളയാണ് അമ്മയുടെ തറവാട്. അമ്മയ്ക്ക് ഒരു കളിപ്പ് പറ്റിയതാണെന്ന് അമ്മ വിശ്വസിക്കുന്നു. ഇല്ല, അമ്മ പറയുന്നത് എന്തോ എനിക്ക് അന്ന് കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായി. അന്ന് അമ്മയ്ക്ക് 15 വയസ്സേ ഉള്ളൂ. അമ്മ അതിൽ ഉറച്ചു നിന്നു. പിന്നീട് അമ്മയുടെ സ്വത്തെല്ലാം വിറ്റ് അച്ഛൻ സ്റ്റുഡിയോ തുടങ്ങി, അതെല്ലാം നശിപ്പിച്ചു. പിന്നെ വീട്ടുകാര്യങ്ങളൊന്നും അത്ര നോക്കുന്നില്ല. എല്ലാം വന്നിടം പോയിടം ആ ഒരു രീതിയായിരുന്നു അച്ഛന്. ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കില്ല. എന്തായാലും ലളിത ചേച്ചി അച്ഛൻ്റെ മോളായിട്ട് തന്നെ പറഞ്ഞു. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ അച്ഛനെ. പക്ഷെ അമ്മ നിരന്തരം അടിച്ചപ്പോൾ വല്ലാത്ത വിഷമം വന്നിട്ടില്ലേ? തീർച്ചയായിട്ടും. അയ്യോ, കെട്ടിയിട്ടൊക്കെ തല്ലിയിട്ടുണ്ട്. വടി ഇങ്ങനെ പുറകിൽ കുത്തിവെക്കും. എന്നിട്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ വന്നിങ്ങോട്ട് കയറുന്ന ചിരിച്ച് സന്തോഷിച്ചൊക്കെ പിടിച്ചവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ കെട്ടിയിട്ടിട്ട് താമസിച്ചതിന് വന്നിട്ട് വേണം പിന്നെ കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വല്ലതും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാനൊക്കെ. എല്ലാ ജോലിയും നമ്മുടെ തന്നെയായിരുന്നു. ഒരു ഡ്രസ്സേ ഉണ്ടാവുള്ളൂ ആ പാടെ, പച്ചയും വെള്ളയും സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്നത്. അത് നനച്ചിട്ടിട്ട് രാവിലെ ചിരട്ട ഇതാക്കി മൊന്തയ്ക്കകത്തിട്ടിട്ട് അതിൻ്റെ വക്ക് കെട്ടി ഇത് തേച്ചിട്ടാണ് കൊടുത്തോണ്ട്. ഞാൻ ഈ മുഷിഞ്ഞത് കൊടുക്കാൻ എനിക്കിഷ്ടമല്ല. എന്നും അത് വെള്ള ബ്ലൗസല്ലേ, ദിവസം കഴിയത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ട് അടുക്കളയിലെ പണി കഴിച്ച് കുളിച്ച് ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് തിരിച്ച് വന്ന് കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുത്താലേ ഉച്ചയ്ക്ക് വയ്ക്കുള്ളൂ. ഈ ആദ്യത്തെ ഈ ഒരുമാതിരി ഊച്ച നായരുടെ സ്വഭാവം നല്ലോണം ഉണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക്.